നിങ്ങളില് എത്ര പേർ ഈ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും? നിങ്ങളൊരു വലിയ കല്യാണത്തിന് പോകുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ അറിയാതെ ഡ്രസ്സിൽ ചെറിയൊരു ചായക്കറ പറ്റിയെന്നിരിക്കട്ടെ, തീർന്നു. അന്ന് ആ കല്യാണത്തിന് പോയ പകുതി പേര് നോക്കുന്നത് നിങ്ങളുടെ ഡ്രസ്സിലെ ആ കറയിലേക്കാണെന്ന് നിങ്ങൾക്ക് തോന്നും. ആരെങ്കിലും ചിരിക്കുന്നത് കണ്ടാലോ അവരും നിങ്ങളെ നോക്കി ചിരിക്കുകയാണെന്ന് ഉറപ്പിക്കും. പന്തലിൽ കയറാൻ പേടി, ഭക്ഷണം കഴിക്കാൻ പേടി. സത്യം പറയട്ടെ, അവിടെ വന്ന പകുതി പേരും ആ ചറവറ ബിരിയാണി കഴിക്കുന്ന തിരക്കിലായിരിക്കും. നിങ്ങളുടെ ഡ്രസ്സിൽ കറയുണ്ടോ എന്ന് നോക്കാൻ ആർക്കും നേരെ ഉണ്ടാവില്ല. ഇതിനാണ് സൈക്കോളജിയിൽ സ്പോട്ട്ലൈറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയട്ടെ, സോഷ്യൽ മീഡിയ. നിങ്ങൾ ആവേശത്തോടെ ഒരു ഫോട്ടോ ഇട്ടു, പക്ഷെ വിചാരിച്ച അത്ര ലൈക്ക് കിട്ടിയിട്ടില്ല. ഉടനെ നമുക്ക് തോന്നും, അയ്യോ നാട്ടുകാരെന്നെ കളിയാക്കുന്നുണ്ടാവോ, ആരും ഇഷ്ടപ്പെടുന്നില്ലേ എന്നൊക്കെ. എന്നിട്ട് നമ്മളെന്താ ചെയ്യാ, ആ ഫോട്ടോ അങ്ങ് ഡിലീറ്റ് ചെയ്യും. സത്യത്തില് ആളുകൾ ആ ഫോട്ടോ കണ്ട് ഒരു സെക്കൻഡ് ലൈക്ക് അടിക്കും, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തു പോവും. അത്രേ ഉള്ളൂ. നിങ്ങളുടെ പ്രൊഫൈൽ നോക്കി ആരും ഗവേഷണം നടത്തുന്നില്ല. നിങ്ങളുടെ വാല്യൂ ആ ലൈക്കിലൊന്നും അല്ല ഇരിക്കുന്നത്. ഇനി നിങ്ങൾ ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്നു എന്ന് വിചാരിക്കാം. എനിക്ക് വെയിറ്റ് എടുക്കാൻ അറിയില്ല, ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് മറ്റുള്ളവർ ചിരിക്കുവോ എന്നൊക്കെ കരുതി പലരും ജിമ്മിൽ പോകില്ല. എന്നാൽ സത്യം എന്താണെന്നറിയോ, അവിടെ വർക്കൗട്ട് ചെയ്യുന്ന ഓരോരുത്തരും കണ്ണാടിയിൽ നോക്കിയിട്ട് സ്വന്തം മസിൽ വരുന്നുണ്ടോ എന്ന് നോക്കുന്ന തിരക്കിലാണ്. അവര് നിങ്ങളെ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അവർക്ക് നേരമില്ല. എല്ലാവരും അവരവരിലേക്ക് മാത്രം നോക്കിയിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊരു സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കുമ്പോ ഒരു വാക്ക് തെറ്റിപ്പോയാ നമ്മൾ വിയർക്കും, ഇല്ലേ? ലോകാവസാനം വന്നതുപോലെ നമുക്ക് തോന്നും. പക്ഷെ സദസ്സിലിരിക്കുന്നവർക്ക് അതൊരു നിസ്സാര കാര്യമായിരിക്കും. അവര് അടുത്ത സെക്കൻഡിൽ അത് മറക്കുകയും ചെയ്യും. നമ്മൾ മാത്രം അത് ആലോചിച്ചിട്ട് മാസങ്ങളോളം സങ്കടപ്പെടും. മറ്റുള്ളവരുടെ മെമ്മറിയിൽ നമുക്ക് അത്ര വലിയ സ്ഥാനമില്ലെന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. പണ്ട് നമ്മൾ ആരോടെങ്കിലും ഒരു അബദ്ധം കാട്ടിയിട്ടുണ്ടാവും. വർഷങ്ങൾ കഴിഞ്ഞാലും അത് ആലോചിച്ചിട്ട് നമ്മൾ ഉറക്കം കളയും. പക്ഷെ ആ വ്യക്തിയോട് പോയി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് പറയും, അയ്യോ ഞാനതൊക്കെ എന്നോ മറന്നു എന്ന്. നമ്മുടെ തലയ്ക്കകത്താണെങ്കിലോ നമ്മളൊരു വലിയ സ്പോട്ട് ലൈറ്റ് ഇട്ട് ഇരിക്കുകയാണ്. ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് നമുക്ക് നമ്മുടെ സമാധാനം കളയരുത്. നിങ്ങൾ അബദ്ധം കാണിച്ചാലും തോറ്റുപോയാലും ഈ ലോകം അത് 5 മിനിറ്റിനുള്ളിൽ മറക്കും. ഈ ലോകത്തിന് നിങ്ങളെ ശ്രദ്ധിക്കാൻ നേരമില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ല വാർത്ത. കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം, ഇഷ്ടമുള്ളത് സംസാരിക്കാം, തോൽക്കുമെന്ന് പേടിക്കാതെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ പറ്റും. മറ്റുള്ളവരുടെ കണ്ണിലെ സ്പോട്ട് ലൈറ്റ് ആലോചിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ വെളിച്ചം അണയ്ക്കരുത്. ആരും നോക്കുന്നില്ല എന്ന് കരുതി ജീവിച്ചു നോക്കൂ. അപ്പോഴാണ് നിങ്ങൾ ശരിക്കും ജീവിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ആ പേടി അങ്ങ് വിട്ടേക്ക്. ഈ ലോകം നിങ്ങളുടേത് കൂടിയാണ്. അങ്ങനെ ഉറപ്പിക്കണം. മരിക്കാൻ പോകുന്നവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് പറയുന്ന ഏറ്റവും വലിയൊരു വിഷമം എന്താണെന്നറിയോ? എനിക്ക് എന്റേതായ രീതിയിൽ ജീവിക്കാൻ തോന്നിയിരുന്നു, പക്ഷെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പേടിച്ച് ഞാനത് ചെയ്തില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന ഓരോ സ്വപ്നവും നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വലിയൊരു കുറ്റബോധമായിട്ട് തിരിച്ചു വരും. അന്നത്തെ ആ നിമിഷം നിങ്ങളെ ഇന്ന് ജഡ്ജ് ചെയ്യുന്ന ഈ നാട്ടുകാരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. സത്യം പറഞ്ഞ നമ്മൾ ഇത്രയധികം ആകുലപ്പെടുന്നത് നമ്മുടെ അഹങ്കാരം കൊണ്ടാണ്. ലോകം മുഴുവൻ എന്നെ നോക്കുന്നു എന്ന് കരുതുന്നത് നമ്മുടെ ഉള്ളിലെ ഈഗോയാണ്. നമ്മൾ അത്ര വലിയ സംഭവമൊന്നും അല്ല എന്ന് സമ്മതിക്കാൻ നമ്മൾ പഠിക്കണം. പ്രപഞ്ചത്തിലെ ഒരു ചെറിയ തരി മാത്രമാണ് നമ്മൾ. ആ തരിക്ക് എന്ത് സംഭവിച്ചാലും ആർക്കും ഒന്നുമില്ല. ഈ ഒന്നുമില്ലായ്മ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ശരിക്കും സ്വതന്ത്രരാകുന്നത്.
ആ സ്വാതന്ത്ര്യത്തിലാണ് ഏറ്റവും വലിയ പവർ ഇരിക്കുന്നത്. നിങ്ങളൊരു അബദ്ധം കാട്ടിയാല് അത് മറ്റുള്ളവര് കളിയാക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് സ്വയം കളിയാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. കാരണം നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ തന്നെ സ്നേഹിച്ചു തുടങ്ങിയാൽ മറ്റുള്ളവരുടെ സ്പോട്ട്ലൈറ്റ് വെറും മെഴുകുതിരി വെളിച്ചം പോലെ നിസ്സാരമായിട്ട് തോന്നും. ഇനി ഒരു കാര്യം കൂടി, നിങ്ങൾ എന്നും ഓർക്കപ്പെടണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കരുത്. ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകളുണ്ട് ഇല്ലേ? അവരിൽ ഒരാളാകാൻ എളുപ്പമാണ്, പക്ഷെ നിങ്ങളായിട്ടിരിക്കാൻ വലിയ ധൈര്യം വേണം. ആളുകള് നിങ്ങളെ ഓർക്കുന്നത് നിങ്ങളുടെ പെർഫെക്ഷൻ കൊണ്ടൊന്നും അല്ല, നിങ്ങളുടെ ആത്മാർത്ഥത കൊണ്ടായിരിക്കണം. നിങ്ങൾ ചിരിക്കുമ്പോ നിങ്ങളുടെ ഉള്ളിലെ സന്തോഷം പുറത്തു വരണം. നിങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങളുടെ വ്യക്തിത്വം വെളിപ്പെടണം. ആരും നോക്കുന്നില്ല എന്ന് കരുതി ജീവിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം ഒരു കലയായിട്ട് മാറുന്നത്. ആ കല ആസ്വദിക്കാൻ കുറച്ചു പേരെങ്കിലും വരും, വരാതിരിക്കില്ല. പക്ഷെ അവർക്ക് വേണ്ടി നിങ്ങൾ ചായം തേക്കരുത്. ഇന്ന് രാത്രിയില് കണ്ണാടിയിൽ നോക്കുമ്പോ ആ സ്പോട്ട് ലൈറ്റ് ഒന്നണച്ചിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചോ? ഇല്ലെങ്കിൽ നാളെ മുതൽ അതിന് തുടങ്ങുക. കാരണം ഈ നിമിഷം കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല. ജീവിക്കുക. ആളുകൾ എന്നും നിങ്ങളെ ഓർക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ. പകരം ഒരു 2-3 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാവും. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ലോകം മുഴുവനും നിങ്ങളെ നോക്കുന്നു എന്ന് കരുതുന്നതിന് പകരം നിങ്ങൾ ആ വ്യക്തിയെ മാത്രം ശ്രദ്ധിക്കുക. ആത്മാർത്ഥമായിട്ട് ഒരാളെ കേൾക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു ക്വാളിറ്റി വേറെ ഇല്ല. ആളുകൾ നിങ്ങളുടെ തെറ്റുകൾ മറക്കും, പക്ഷെ നിങ്ങൾ അവർക്ക് നൽകിയ പരിഗണന അവരൊരിക്കലും മറക്കില്ല. നിങ്ങൾക്കൊരു അബദ്ധം പറ്റുമ്പോ മറ്റുള്ളവര് ചിരിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ വിജയിച്ചു. സ്വന്തം കുറവുകളെ തമാശയായിട്ട് കാണാൻ കഴിയുന്നവരോളം ആത്മവിശ്വാസമുള്ളവർ വേറെ ആരും ഇല്ല. ആ ഒരു പോസിറ്റീവ് വൈബ് ആളുകൾ എന്നും ഓർക്കും. ആരെയും പ്ലീസ് ചെയ്യാൻ നിൽക്കാതെ ശരിയാണെന്ന് തോന്നുന്നത് അന്തസ്സോടെ പറയാൻ ശീലിക്കുക. ലോകം ആദ്യം നിങ്ങളെ വിമർശിച്ചേക്കാം, പക്ഷെ അവസാനം അവര് നിങ്ങളെ ബഹുമാനിക്കും. കാരണം നട്ടലുള്ളവരെ മാത്രമേ ലോകം ഓർത്തു വെക്കാറുള്ളൂ. അതുകൊണ്ട് ആരും നോക്കുന്നില്ല എന്ന് കരുതി ജീവിക്കുമ്പോ നിങ്ങൾ ഒരു സാധാരണക്കാരൻ അല്ലാതാവുകയാണ്. നിങ്ങളൊരു അത്ഭുതമാവുകയാണ്. മറ്റുള്ളവര് നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന വേവലാതി അങ്ങ് വിട്ടേക്ക്. ഈ രാത്രി നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോ കാണുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി വേഷം കെട്ടുന്ന ഒരാളെ അല്ല, മറിച്ച് സ്വന്തം സ്വപ്നങ്ങളോട് നീതി കാണിക്കുന്ന ഒരാളെ ആയിരിക്കട്ടെ. ജീവിക്കുക സ്വന്തം നിബന്ധനകളിൽ മാത്രം.